വിജയ് ഹസാരെ ട്രോഫിയിൽ തകർത്താടി വിഷ്ണു വിനോദ്. പുതുച്ചേരിക്കെതിരെ കേരളത്തിനായി 84 പന്തിൽ 162 റൺസ് നേടി 8 വിക്കറ്റിനാണ് കേരളത്തിന്റെ ജയം. കിലാഫ് അഹമ്മദ് ചേരുന്നുണ്ട്. കിലാഫെ, ഗുഡ് ഈവനിങ്. ഈ ഗുഡ് ഈവനിങ് ഒപ്പം തന്നെ ഇന്ന് കിലാഫിന്റെ പിറന്നാൾ കൂടിയാണ്. അതും പ്രേക്ഷകരിലേക്ക് ഞാൻ അറിയിക്കുകയാണ്. ഇന്ന് വലിയ പുരുഷനായി മാറിയ ദിവസമാണ് കിലാഫ്. കിലാഫെ, അതിനൊപ്പം തന്നെ ഇനി വാർത്തയിലേക്ക് വന്നാൽ, അപ്പോൾ ആ ആശംസകൾ. ഇനി വാർത്തയിലേക്ക് വന്നാൽ ഉജ്ജ്വല ജയത്തോടെ ക്വാർട്ടർ പ്രതീക്ഷ നിലനിർത്തുകയാണ്. തുടർച്ചയായ മത്സരങ്ങളിൽ വിവിധ താരങ്ങൾ സെഞ്ചുറി നേടുന്നു എന്നൊരു സന്തോഷമുണ്ട് ആരാധകർക്ക്, അല്ലേ? തീർച്ചയായും സേതു, ആദ്യം തന്നെ നന്ദി പറയുന്നു ഈ ഒരു ആശംസ അറിയിച്ചതിൽ. കൂടെ നമ്മൾ ഈ വാർത്തയിലേക്ക് വരുവാണെങ്കിൽ, ഇന്ന് നമുക്കറിയാവുന്നതുപോലെ തന്നെ വിജയ് ഹസാരെ ട്രോഫിയിൽ ഇന്ന് വിജയ് ഹസാരെ ട്രോഫിയിലെ ഒരു മികച്ച പ്രകടനമാണ് വിഷ്ണു വിനോദിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇന്ന് ഈ ഒരു പുതുച്ചേരിക്കെതിരായ മത്സരത്തിൽ 247 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ കേരളത്തിന് ആദ്യം തന്നെ, അതായത് 30 റൺസ് എടുക്കുന്നതിനിടയിൽ തന്നെ ഓപ്പണർമാരായ സഞ്ജു സാംസണെയും അതേപോലെ തന്നെ ക്യാപ്റ്റൻ ായിട്ടുള്ള റോഹൻ കുന്നുമലിനെ നഷ്ടപ്പെടുന്നു. ഇവർക്ക് പിന്നാലെ എത്തിയ ബാബ അഭിരജിത്തും അതേപോലെ തന്നെ വിഷ്ണു വിനോദും കൂടി ചേർന്നാണ് അവസാനം ഈ കേരളത്തിനെ വിജയത്തിൽ എത്തിക്കുന്നത്. ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ടത് വിഷ്ണു വിനോദിന്റെ ഇന്നിംഗ്സ് ആണ്. താരം 63 പന്തുകളിൽ നിന്നാണ് സെഞ്ചുറി തികച്ചത്. ഇതിൽ 63 പന്തുകളിൽ സെഞ്ചുറി തികച്ചതിന് പിന്നാലെ തന്നെ ആ ഒരു വെടിക്കെട്ട് തുടരുകയായിരുന്നു. താരം 62 പന്തിൽ നിന്ന് 162 റൺസും കൂടി നേടി. അതിൽ നമ്മൾ എടുത്തു പറയേണ്ടത് താരത്തിന്റെ സിക്സർ വേട്ടയും അതേപോലെ തന്നെ ഫോർമാണ്. ബൗണ്ടറികളിലൂടെയാണ് ഏറ്റവും കൂടുതൽ റൺസ് നേടിയത്. കൂടാതെ ഏറ്റവും കൂടുതൽ വിജയ് ഹസാരയിൽ ഈ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ സിക്സർ നേടുന്ന പട്ടികയിൽ മൂന്നാമതെത്താനും വിഷ്ണു വിനോദിന് സാധിച്ചു. കൂടാതെ നമ്മൾ കഴിഞ്ഞ മത്സരം നോക്കുകയാണെങ്കിൽ സഞ്ജു സാംസണും റോഹൻ കുന്നുമലും ആയിരുന്നു കേരളത്തിന്റെ വിജയ് ശില്പികളായതെങ്കിൽ ഇന്ന് വിഷ്ണു വിനോദായി മാറുകയായിരുന്നു. ഇന്ന് 247 ഇന്ന് പുതുച്ചേരി എറിഞ്ഞിടുമ്പോൾ നമ്മൾ ബോളർമാരെ എടുത്ത് പറയണം. MD നിതീഷ് 4 വിക്കറ്റുകൾ വീഴ്ത്തി. ഒപ്പം തന്നെ ഏഡൻ ആപ്പിൾടോം 2 വിക്കറ്റ്, അങ്കിത് ശർമ്മയും 2 വിക്കറ്റുകൾ വീഴ്ത്തി. ഇവരുടെ ബോളിംഗ് മികവിലാണ് 247 റൺസിന് ഇന്ന് പുതുച്ചേരി എറിഞ്ഞിട്ടത്. കൂടാതെ നമ്മൾ ഇതിൽ എടുത്തു വെക്കുകയാണെങ്കിൽ ഇന്നത്തെ ഒരു വിജയം അനിവാര്യമായിരുന്നു കേരളത്തിന്. അതായത് ഈ ഒരു ടൂർണമെന്റിൽ, ഈ ഒരു വിജയ് ഹസാരെ ട്രോഫിയിൽ ഒരു ക്വാർട്ടർ പ്രതീക്ഷ നിലനിർത്താൻ വേണ്ടി ഈ ഒരു വിജയം അനിവാര്യമായിരുന്നു. എന്തായാലും ശേഷിക്കുന്ന ഒരു മത്സരമാണ്. എന്തായാലും പോയിന്റ് പട്ടികയിൽ നിലവിൽ കേരളം രണ്ടാമതാണെങ്കിലും 3 ടീമുകളാണ് രണ്ടാം സ്ഥാനത്ത് 16 പോയിന്റുകൾ വീതം ഇരിക്കുന്നത്. അവസാന മത്സരം കേരളത്തിനുള്ളത് തമിഴ്നാടിനാണ്. ശക്തരാണ്. നിലവിൽ 5 മത്സരങ്ങൾ മാത്രം വിജയിച്ചിരുന്നെങ്കിലും 16 പോയിന്റുമായിട്ട് കേരളം രണ്ടാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ തന്നെ അടുത്ത മത്സരം ഒരു കൂറ്റൻ സ്കോറിലോ അല്ലെങ്കിൽ വിക്കറ്റിന്റെ ജയമോ റൺസ് റേറ്റിൽ മികച്ച രീതിയിൽ വിജയിച്ചാൽ മാത്രമേ ഒരു പ്രീ ക്വാർട്ടർ അല്ലെങ്കിൽ ക്വാർട്ടറിലേക്ക് എത്താൻ സാധിക്കൂ. എന്തായാലും ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് സേതു. ഓക്കെ, ശരി കിലാഫെ. ഓക്കെ.